ഹലോ, കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. മാട്ടുവെളിയിലെ എല്ലാ സ്ഥലങ്ങളും ഒരുമാതിരി ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് മെസ്റ്റിയയിലോട്ടാണ്. മെസ്റ്റിയയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു ഫോർട്ട് ഉണ്ടെന്ന് ഇങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ അവരുടെ ടിക്കറ്റ് കൗണ്ടറിൽ എന്നൊരു മഴയും പെയ്യുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷെ ഞാൻ അകത്ത് കയറാൻ നേരത്ത് നമുക്ക് കണ്ടിട്ട് അത്ര വലിയ ഒരു ഭംഗി തോന്നില്ലാത്തതുകൊണ്ട് ഞാൻ അകത്തോട്ടൊന്നും പോയില്ല. ഈ പണ്ട് രാജാക്കന്മാർ കുളിക്കാനായിട്ടൊക്കെ ഒരു കടവിലോട്ട് പോകുന്ന ഒരു തുരങ്കം പോലെ ഉണ്ടാക്കിയിട്ട് അതുവഴിയാണ് അതിൻ്റെ താഴത്തോട്ട് ചെല്ലുമ്പോൾ ആ ഒരു കുളിക്കാനുള്ള ഒരു കടവ് പോലെ ഇങ്ങനെയുണ്ട്. അതൊരു രസമായിട്ട് തോന്നി. അതിൻ്റെ താഴെ വന്നു കഴിയുമ്പോൾ നല്ലൊരു റിവർ, ഭയങ്കര ഒഴുക്കാണ്. പിന്നെ കുറേ സ്റ്റെപ്പ് കയറി നമ്മൾ മേളിൽ ചെല്ലുമ്പം ഒരു വ്യൂ ഉണ്ട്. അത് ഇവർ പോയി കണ്ടിട്ട് വന്നു. ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ. ഇങ്ങനെ മേളിൽ പോയി നിന്ന് കാണാനായിട്ടൊരു ഭംഗിയാണ്. പിന്നെ നമ്മൾ അടുത്ത വഴി മെസ്സിയിലോട്ട് പോകുമ്പോൾ ടണലുകൾ എന്ന് പറഞ്ഞാൽ ഒരു 10-50 ടണലുകളുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ടണലുകളാണ്. അതിൻ്റെ അകത്തൊന്നും ഇങ്ങനെ വേറെ ലൈറ്റോ ഒന്നുമില്ല, ഇരുട്ടാണ് മുഴുവനും. അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ടണൽ വരും. അങ്ങനെ കുറേ ഇങ്ങനെ പാറകൾ തുരന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില ഏരിയയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ടണൽ ചെയ്തിട്ട് ഇടിഞ്ഞു പോയിട്ടുള്ള ചില പാറകളൊക്കെ നമുക്ക് ആ പോകുന്ന വഴിയിൽ കാണാം. അതവർ പാതി വർക്ക് കൊണ്ട് അവിടെ നിർത്തിയിട്ടേക്കുന്നതും കാണാം പോകുന്ന വഴിയിൽ. ഈ ജോർജിയയിലോട്ട് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അർമേനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അവിടെ അധികം കാണാനൊന്നുമില്ല. ഈ ജോർജിയ, അർമേനിയ ഇതെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും കാണുമ്പോഴത്തേനും. ഇത് പോകുന്ന വഴിക്ക് ഒരു വാട്ടർഫോൾ കണ്ട് അവിടെ നിർത്തി ഞങ്ങൾ കണ്ടോ, ആ ഒരു പിള്ളേർ പോകുന്ന ആ വഴിയുടെ അവിടെ ഒരു ടണൽ കണ്ടോ. അതും ഇതുപോലെ തന്നെ അവരെന്തോ പണിയാൻ വേണ്ടിയിട്ട് അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടേക്കും. ഇതൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ജോർജിയയിലാണ് കുറച്ചും കൂടെ റേറ്റ് വൈസ് ആണെങ്കിലും ഫ്ലൈറ്റിന് ചാർജ് കുറവായിരുന്നു. പിന്നെ വിസയ്ക്കാണെങ്കിൽ 2200 രൂപ അങ്ങനെയാണ് ഒരാൾക്കാകുന്ന വിസയുടെ. ഈ വിസയാണ് നമ്മൾ എടുക്കേണ്ടത്. മാർട്ട്വെല്ലിൽ നിന്ന് മെസ്സിയിലോട്ട് പോകാനായിട്ട് 174 കിലോമീറ്ററാണ് ഉള്ളത്. അത് നമുക്ക് 4 മണിക്കൂർ എടുക്കും ഈ മല കയറി വരാനായിട്ട്. പോകുന്ന വഴിയിൽ ഒരു ചെറിയ വനത്തിൽ കൂടെ പോകുന്ന ഒരു ഫീലിംഗാണ് നമുക്ക്. പിന്നെ ആരും ഇല്ല അവിടെയൊന്നും, ഒരു മനുഷ്യനെയും കാണാനില്ല, വീടുകളോ ഒന്നുമില്ല. ഈ പോകുന്ന വഴിക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ പശു നിൽപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര സൂക്ഷിച്ച് വേണം ഓടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മെസ്റ്റിയെ അടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ, മെസ്റ്റിയയിലോട്ട് വന്നപ്പോൾ ശരിക്കും ഒരു യൂറോപ്പിലോട്ട് ചെല്ലുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ. നല്ല പുല്ല് മേഞ്ഞിട്ടുള്ള ഈ മലകളിലൊക്കെ അവിടെയൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് അവിടുത്തെ ഒരു ചെറിയ ടൗൺ. ഈ സൈഡിൽ കാണുന്നത് ഒരു പാർക്കാണ്. അപ്പം നമ്മളിവിടെ ഒരു ഗസ്റ്റ് ഹൗസ് നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ പോവുകയാണ്. ഇവിടെയൊക്കെ കണ്ട ഈ ചിമ്മിണി പോലെ ഒരു ഇങ്ങനെ കൂമ്പാരം പോലെ ഒരു പോയിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയ ഹട്ട് പോലെ ഇരിക്കുന്നില്ലേ, അത് മിക്ക വീടുകൾക്കും ഉണ്ട്. അവരുടെ ഒരു ട്രേഡ് മാർക്ക് പോലെയാണത് മെസ്റ്റിയയുടെ. അങ്ങനെ
ഞങ്ങളവിടെ ചെന്നു. അവിടെ 2 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു, 2 പിള്ളേർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേനും അവർക്കൊരു സന്തോഷം, കളിക്കാനുള്ള ആൾക്കാരെ കിട്ടി എന്നുള്ള. നല്ലൊരു സ്ഥലം, നല്ല ആൾക്കാർ. നമുക്കിവിടെ കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇവിടെ കിച്ചൺ താഴെയാണ്, ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂമിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആണ്. നമുക്ക് ആ വെസ്റ്റിയിലെ കൊച്ചു കൊച്ചു വീടുകളും അതും അവരുടെ തൊട്ടടുത്തായിട്ട്, അതിൻ്റെ അടുത്തായിട്ട് ഒരു എയർപോർട്ടുണ്ട്. ഇതാണ് ആ വ്യൂ, നല്ല രസമാണ് കാണാൻ. ഇവിടുത്തെ ടോയ്ലറ്റ് അല്ല, വീടിൻ്റെ അകത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇതാ ആ റൂമിൻ്റെ അകത്തുനിന്ന്. നല്ല ശേല കാണാം, അങ്ങ് മഞ്ഞ് മലകൾ. അന്ന് ഇവിടെ ഈസ്റ്റർ ആയിരുന്നല്ലോ ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാച്ചാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ എന്തോ ബ്രാൻഡിയാണ്, ഇങ്ങനെ നമ്മൾ ഒറ്റ വലിക്ക് ഇങ്ങോട്ട് കുടിക്കും. ഇവർക്കിവിടെ ഒരു കുതിരയുണ്ട്, ഒരു കറുത്ത കുതിര. ഇന്നിപ്പം നമ്മളെ ഇതിൻ്റെ ഞങ്ങൾ താമസിച്ച ഇതിൻ്റെ ഓണറാണ് ഈ പോകുന്നത്. പുള്ളി ഒരു ഗൈഡാണ്. അപ്പോൾ പുള്ളി ഓരോ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ അതേ ആ ചിമ്മിണിയുടെ മേളിലോട്ട് കയറുക. അതൊരു ചെറിയ സ്റ്റെപ്പ് വഴി കയറണം, ഇച്ചിരി റിസ്ക്കിയാണ് അതിൻ്റെ മേളിലോട്ട് പിടച്ച് കയറണം എന്നുള്ളത്. അതിൻ്റെ മേളിൽ വന്ന് നോക്കുമ്പോഴത്തേനും എന്തേ, ആഹാ എന്താ ഭംഗി നോക്കിക്കേ. ഈ ചിമ്മിണി പോലെ ഇരിക്കുന്നില്ലേ, വലിയ പ്രമാണികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇച്ചിരി കുടുംബപരമായിട്ട് ഇച്ചിരി സാമ്പത്തികമൊക്കെ ഉള്ള അങ്ങനെയുള്ള ആൾക്കാർക്കാണ് പൊതുവേ ഈ ഒരു ചിമ്മിണി അവിടെ ഉണ്ടാവാറുള്ളത്. പിന്നെ എന്താ വെച്ചാൽ യുദ്ധം നടക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ അവരതിൻ്റെ അകത്ത് ഷെൽട്ടറായിട്ടും യൂസ് ചെയ്യും. ഇതിൻ്റെ പൊക്കത്തോട്ട് കയറി പോകുന്നത് ഭയങ്കര രസമാണ്. അതൊരു കാണിച്ചു തരാമേ. ഞങ്ങൾ താമസിച്ച ഗസ്റ്റ് ഹൗസ് ദേ കാണുന്നതാണ്. ഓ സൂപ്പറായിട്ടുണ്ട്, ഭയങ്കര രസമാട്ടോ. ഇതിൻ്റെ ആ ഒരു മേളിൽ കയറി നിൽക്കുമ്പോൾ നമ്മൾ എവിടേക്കോ പോയ പോലെ നമുക്ക് തോന്നും. നമ്മൾ അതിൻ്റെ മേളിൽ നിന്ന് ഈ മഞ്ഞും മലകളും അതിൻ്റെ താഴ്വാരത്തിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു വീടും അതിൻ്റെ സൈഡിൽ കൂടെ ഒരു അരുവിയൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ഈ ഓരോ ബുക്കുകളിലൊക്കെ കാണുന്ന പിക്ചറൊക്കെ പോലെ ഇരിക്കും. ഞങ്ങൾ വൈകുന്നേരം ഒന്നും ചുമ്മാ നടക്കാനൊക്കെ ഇറങ്ങി, അവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു പാർക്ക് ഉണ്ട്. പാർക്കിൽ ഇങ്ങനെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ പൈപ്പുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള, ഡ്രിങ്കിങ് വാട്ടർ. പിന്നെ അവിടുത്തെ ഒരു അമ്മച്ചി, നല്ല സുന്ദരിയായിട്ടുള്ളൊരു അമ്മച്ചി, ഒരു കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് മേടിക്കാണ്ടായിരുന്നൊക്കെ മേടിച്ചു. ഇതിവിടെ കിട്ടുന്ന ഒരു പൂരി എന്ന് പറഞ്ഞിട്ടൊരു ബ്രെഡാണ്. ഇത് ഞങ്ങൾ ഒരെണ്ണം മേടിച്ച് നോക്കിയിട്ട് ഒയ്യോ കടിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര പ്രയാസമായിരുന്നു. ഇവരെങ്ങനെയാണ് അത് കഴിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ ഞങ്ങളുടെ ആ വീടിൻ്റെ ഓണർ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു നല്ല സ്പോട്ടുണ്ട്, അവിടെ പോകണം, ഇവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഒന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ മോള് വന്നില്ല. അവൾക്ക് അവിടെ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കണമെന്ന് പറഞ്ഞാൽ അവൾ അവിടെ ഇരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പോയി ആ സ്ഥലം കണ്ടു. അപ്പോൾ നല്ല ഭംഗി ആ സ്ഥലം കാണാനായിട്ട്, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു ഡ്രസ്സിൽ ചുമ്മാ ഇങ്ങനെ പോന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആദ്യം വന്ന് സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണേലും അവൾക്കും ഇഷ്ടപ്പെടും, പിന്നെ ഫാമിലിയും ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാമത് തിരിച്ചു പോയി. വേറെ എല്ലാവരും പിന്നെ ഞങ്ങൾ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി രണ്ടാമതൊന്നും കൂടെ വന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യം വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. രണ്ടാമത് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മഴക്കാറ് വന്നു. അതുകൊണ്ട് ഫോട്ടോ ഒന്നും അത്ര ക്ലിയർ ആയില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് ഹഷ്കിൽ ഹട്ട് എന്നാണ്.
നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ഒത്തിരി അതിൻ്റെ അടിയിൽ ഒത്തിരി താഴെയായിട്ട് ഇങ്ങനെ ഒരു വെള്ളം പോകുന്ന ഒരു സ്ഥലം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ കണ്ട് ഞങ്ങൾ അടുത്തൊരു മ്യൂസിയം കാണാനായിട്ട് വന്നപ്പോൾ അവിടെ ഒരു ബെൽജിയം അമ്മച്ചീനെ കണ്ടു. അമ്മച്ചി ഞങ്ങളെ കണ്ടതും ഭയങ്കര സന്തോഷം, ഭയങ്കര വർത്താനം, ഇന്ത്യൻസാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അമ്മച്ചിയുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്മച്ചീനെ അവിടെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ചിമ്മിനി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അകം ഒരു വളഞ്ഞിങ്ങനെ സ്റ്റെപ്പ് കയറി കുറച്ച് ഒരു തട്ട് വരും. അങ്ങനെ ഒരു 3-4 തട്ട് നമ്മൾ ഈ ഒരു ചെറിയ കോണി വഴി വേണം കയറി പോകാനായിട്ട്. അത് ചിലതെല്ലാം പലകയൊക്കെ ഇളകിയിരിക്കുമോ, ഒന്നുമില്ല പലകയൊന്നും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കയറാൻ. പിന്നെ ഞാൻ ഈ പറഞ്ഞ എയർപോർട്ടിൽ നമ്മൾ താമസിച്ചതിൻ്റെ അടുത്ത് ഒരു ചെറിയ ഫ്ലൈറ്റ് വരുന്നത് 18 പേരൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അതാണ് അതിൻ്റെ ഒരു ഫ്ലൈറ്റ് വരുന്നതാണ്. അത് ഏതോ 2 സമയത്ത് മാത്രമേ ഉള്ളൂ, രാവിലെ ഒരു നേരത്തും വൈകുന്നേരം ഒരു സമയത്തും, അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഈ ചിമ്മിനികൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വേറെ സ്ഥലവും കൂടി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ഒരു ദിവസം പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്താൽ സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞത്. അത് കാരണം നമുക്ക് അന്ന് വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റിസ്കി ആണോ എന്നൊരു ഡൗട്ട് ആയ കാരണം ഞങ്ങൾ അന്ന് അങ്ങോട്ട് പോയില്ല. അതുകൊണ്ട് ഇവിടെ തന്നെയായിരുന്നു ഞങ്ങൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ സ്റ്റേ ചെയ്തു. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത വീട്. ഗോസ്റ്റല എന്ന് പറഞ്ഞിടത്താണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടെ ഭയങ്കര കളിയാണ് എല്ലാവരും. എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, ബ്രിക്സ്, പെയിൻറ്റിങ്. അവൻ്റെ ചിരിയുണ്ട്. ഈ ജോർജിയ കാണാനായിട്ട് വരുന്ന എല്ലാവരും തന്നെ ഒരു വണ്ടി റെൻ്റ് കാർ എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ഈ മെസ്റ്റിയ എന്ന് പറയുന്ന സ്ഥലം ഒരിക്കലും മിസ്സാക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അവിടെ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കാറ് റെൻറ്റിനെടുത്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം, മസ്റ്റായിട്ട് കാണുന്ന സ്ഥലം. $25 നമുക്ക് ഒരു ദിവസം നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ കുട്ടേസിയിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത കാര്യങ്ങൾ കാണാം. ബൈ.